ഇത് കുറച്ച് മുമ്പ് ഞാൻ എടുത്ത് വെച്ച വീഡിയോ കേട്ടോ. ഇടണം എന്ന് വിചാരിക്കും, പക്ഷേ ഇടിയിലങ്ങ് നടക്കില്ല ഗൈസ്. എന്നാൽ ഓക്കെ, അപ്പോൾ ഇന്ന് വീഡിയോ ഒന്നുമില്ല. അപ്പോൾ ഞാൻ ഇതങ്ങ് എഡിറ്റ് ചെയ്ത് അങ്ങ് ഇട്ടേക്കാന്ന് വെച്ചു. അപ്പോൾ ഇതൊരു ക്ലീനിങ് വീഡിയോ ആയിരുന്നേ. അപ്പോൾ 2-3 ദിവസം മുമ്പേ എൻ്റെ കറണ്ട് വിടില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇൻഡക്ഷൻ കുക്കറെ വെച്ചാൽ പാൽ തിളപ്പിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ഈ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ മീനൂനെ ഒന്ന് വിളിക്കാൻ പോയപ്പോൾ ചെറുതായിട്ടൊന്ന് തിളച്ച് തൂക്കി. അപ്പോൾ തൊട്ട് എനിക്കങ്ങ് ടെൻഷനാണ്. ഇങ്ങനത്തെ അടുപ്പയിൽ വെള്ളം ഒന്നും വീഴാൻ പാടില്ല എന്നൊക്കെ ഈ സ്റ്റൗവേൽ അങ്ങനെയൊക്കെ പറഞ്ഞാണ് അവർ തന്നത്. പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്മൾ ഏത് മുതൽ സൂക്ഷിക്കുന്ന പോലെ ഇരിക്കും അല്ലയോ. ഇതെൻ്റെ 8 വർഷമായ ഗ്യാസ് സ്റ്റൗവും അതൊക്കെയാണ്, ചിമ്മിനിയൊക്കെയാണ്. അതൊക്കെ ഞാൻ എപ്പോഴും തൂത്തും തുടച്ച് എല്ലാം വൃത്തിക്ക് വയ്ക്കുന്നുണ്ട്. ഇതേവരെ അതിന് കേടുപാടൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. ഞാൻ എപ്പോഴും അത് ക്ലീൻ ചെയ്ത് വെക്കും. എണ്ണയെല്ലാം വീണാലും ഞാൻ തൂത്ത് തുടച്ച്, ചിലപ്പോൾ ആണെങ്കിൽ ഗ്യാസ് കത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ എണ്ണയൊക്കെ വീഴത്തില്ല. അങ്ങനെ തുടച്ചതിൻ്റെ കൈയൊക്കെ എത്ര പ്രാവശ്യം പൊള്ളിയിട്ടുണ്ടെന്നറിയാവോ. അങ്ങനെ ഞാൻ ആ ടൈലെല്ലാം ഞാൻ വൃത്തിയാക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് മീൻ ഓടുന്നുണ്ട് പറഞ്ഞിട്ട് മീനൂനെ വീഡിയോ എടുക്കരുതെന്ന്. മീൻ ഓടുന്നുണ്ട്, മീനിൻ്റെ ബൗള് കഴുകുന്നുണ്ട്. അപ്പോൾ അതും ആഴ്ചയിലൊന്നിങ്ങനെ ഞായറാഴ്ച കഴുകി വെക്കാറുണ്ട്. അപ്പോൾ അതും അവളത് കഴുകി വൃത്തിയാക്കുവാണ്. അതിൻ്റെ ആ സൈഡിൽ അവിടെ നിപ്പുണ്ട്. അപ്പോൾ അവളെ വീഡിയോ എടുക്കരുതെന്നാണ് ഈ പറയുന്നത്. അങ്ങനെ ഞാൻ അവിടെ എല്ലാം വൃത്തിയാക്കി പിന്നെ ഒരു നല്ലൊരു ടവല് കൊണ്ട് നന്നായിട്ട് തുടച്ചെടുക്കും. പക്ഷേ അതിൻ്റെ അകത്ത് വെള്ളമൊന്നും ഒഴിക്കില്ല കേട്ടോ. നമ്മൾ വെള്ളം ഒഴിച്ച് ഈ സ്റ്റൗ കഴുകാൻ പാടില്ല. അതേപോലെ ആ സംഭവമൊന്നും അതിന് മറ്റേ സാധാരണ സ്റ്റൗവിലെ പോലെ ഇളക്കിയെടുക്കാനും പറ്റില്ല. അതൊക്കെ ഇങ്ങനെ ഉറപ്പിച്ച് വെച്ചേക്കുക. അതൊക്കെ നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം കേട്ടോ. ഈ ഒരു സംഭവം ഞാൻ എടുത്ത് നന്നായിട്ട് സോപ്പിട്ട് കഴുകി നന്നായിട്ട് തുടച്ചിട്ട് ഞാൻ അവിടെ വയ്ക്കത്തുള്ളൂ. നനഞ്ഞോടുകൂടി ഞാൻ വയ്ക്കില്ല കേട്ടോ. അതെപ്പോഴും നമ്മൾ വൃത്തിയാക്കി വെക്കണം കേസ്. അതാണ് നമ്മൾ മുതൽ സൂക്ഷിക്കുകയാണെങ്കിൽ അത് ഒരുപാട് നാൾ നിൽക്കും. അതേസമയം സൂക്ഷിക്കാതിരിക്കുമ്പോഴാണ് അത് പോകാറ്. അതെല്ലാം കഴിഞ്ഞപ്പോൾ ഇതാണ് എൻ്റെ മീൻകുട്ടന്മാരെ. മീനുമോ ബൗളിലേക്ക് ഇടാനായിട്ട് എടുത്ത് വെച്ചൊക്കെ മീൻ ഞാൻ എടുത്തപ്പോൾ അവളെന്നോട് പറഞ്ഞിട്ട് ദൈവത്തെ ഓർത്ത് അതിനെടുത്ത് കളയല്ലേ എന്നൊക്കെ പറയുന്നൊക്കെ ഉണ്ട്. ആ ബൗൾ ഞാൻ പൊക്കിക്കൊണ്ട് അത് പറയാം അമ്മയ്ക്ക് പറ്റുന്ന പണിയൊക്കെ ചെയ്യാനായിട്ട്. എനിക്ക് ഈ ബൗൾ പോലും പൊക്കാൻ പറ്റത്തില്ലെന്നാണ് അവൾ പറഞ്ഞു വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല, അത് പൊക്കാനുള്ള ആരോഗ്യമൊക്കെ എനിക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ എല്ലാം ഞാൻ വൃത്തിയാക്കി ഇൻഡക്ഷൻ കുക്കറിൻ്റെ ആ ഭാഗം. പിന്നെ അവിടെയെല്ലാം നമ്മൾ എപ്പോഴും ക്ലീൻ ചെയ്ത് ഇടും കേട്ടോ. അവിടെ കുറച്ച് പാത്രമുണ്ട്. രാവിലെ കുറേ പാത്രങ്ങളെല്ലാം കഴുകി രാവിലെ ഫുഡെല്ലാം റെഡിയാക്കിയിട്ടാണ് ഞാൻ ഈ ഒരു പരിപാടിക്ക് ഇറങ്ങിയത് കേട്ടോ. അത് കഴിഞ്ഞ് ആ പാത്രം കൂടെ കഴുകി വർക്ക് ഏരിയയും കൂടെ നല്ല വൃത്തിക്ക് തൂത്ത് തുടച്ചിട്ടു. ഞാൻ വലിയ അടുക്കളയിൽ വെച്ച് ഒന്നും കഴുകി വൃത്തികേടാക്കാറില്ല. ഞാനതെല്ലാം പുറത്ത് ചാടിക്കും. പുറത്തെന്ന് വെച്ചാൽ വർക്ക് ഏരിയയിൽ കേട്ടോ. എന്നിട്ട് അവിടെ എല്ലാം വൃത്തിയാക്കിയിട്ട് വർക്ക് ഏരിയയെല്ലാം ഇതെല്ലാം കഴുകി അവിടവും വൃത്തിയാക്കി തൂത്ത് തുടച്ച് വൃത്തിയാക്കി ഇടുമ്പോൾ തന്നെ മനസ്സിന് എന്തൊരു കുളിർമയാണെന്നറിയാം. നമ്മുടെ വീടും പരിസരവും നല്ല വൃത്തിക്ക് നമ്മൾ സൂക്ഷിക്കണം. അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാകുമല്ലയോ. നമ്മൾ എവിടെയെങ്കിലും പോകണമെങ്കിൽ വീട്ടിലെ ജോലിയെല്ലാം ചെയ്ത് വെച്ചിട്ട് നമ്മളൊന്ന് പോയിട്ട് വന്നേ സമാധാനത്തിൽ ഒരു 5 മിനിറ്റ് കിടക്കാൻ പോലും നമുക്ക് പറ്റും. ഇല്ലെങ്കിലോ വന്നുടനെ ഇത് ചെയ്യണം, ധൃതി വെച്ച് ചെയ്യണം, അങ്ങനെ ഭയങ്കര ടെൻഷനായിരിക്കും. അങ്ങനെ ഞാൻ തൂത്ത് തുടച്ച് എൻ്റെ അടുക്കളയെല്ലാം ക്ലീൻ ചെയ്തിട്ട് ഇപ്പോഴത്തെ എൻ്റെ അടുക്കളയുടെ അവസ്ഥ ഇതാണ് ഗൈസ്. കണ്ടോ, നല്ല സുന്ദര കുട്ടനായിട്ടല്ലേ. പിന്നെ വർക്ക് ഏരിയയിൽ അനുകൂല സാധനങ്ങളൊക്കെ വർക്ക് ഏരിയയിൽ കൊണ്ടാക്കും കേട്ടോ. എൻ്റെ വലിയ അടുക്കളയിൽ ഒരു സാധനം പോലും ഞാൻ വെക്കില്ല. പിന്നെ ഞാൻ നേരെ വന്ന് എൻ്റെ മീൻകുട്ടന്മാരെ കുറച്ച് നേരം കൊഞ്ചിച്ചു. എന്നും രാവിലെ എഴുന്നേറ്റ് ഇവന്മാരെ നോക്കുമ്പോൾ ഇവന്മാരുടെ ആ ഓട്ടവും ചാട്ടവും ഒക്കെ കാണുമ്പോൾ നല്ല സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.